ഷോൺ ജോർജിന്റെ ഒരു പ്രസ്താവനയായി പത്രങ്ങളിൽ വന്ന വാർത്ത, PC ജോർജിനെതിരെ കേസ് നൽകിയവർക്ക് നന്ദി. എനിക്കും തോന്നുന്നു പി സി ജോർജും നന്ദി പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ PC ജോർജ് ഇപ്പോൾ കേസിൽ പെട്ട് ഇപ്പോൾ ജാമ്യം എടുത്ത് പുറത്തു വന്നേക്കണം. റിമാൻഡിലായിരുന്നു. 4 ദിവസത്തെ റിമാൻഡിന് ശേഷം ജാമ്യം കിട്ടി പുറത്തു വരുന്നു. പക്ഷെ ഈ 4 ദിവസം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു ചികിത്സിച്ചിരുന്നത്. ഈ റിമാൻഡിലൊക്കെ ആയാലുള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ജയിലിലായാലുള്ള ഒരു പ്രത്യേകത എന്തെന്നറിയാം, ഒരു മൂക്കിപ്പനി വന്നാൽ പോലും അത് ജയിലിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അത്രയ്ക്ക് പരിഗണനയാണ്. നമുക്ക് തോന്നും അവിടെ അടിമപ്പണിയാണ്, ജയിലിൽ ഇങ്ങനെ കിടത്തും, തിരിഞ്ഞു നോക്കൂല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവിടെ ഓരോ സെക്കൻഡും നോക്കാൻ, ഓരോ മിനിറ്റും നോക്കാൻ അവിടെയുള്ള പ്രതികളല്ല, അവിടെയുള്ള അന്തേവാസികളെ പരിശോധിക്കാൻ വേണ്ടി സദാ സന്നദ്ധരായിരിക്കുന്നവരുണ്ട്. മെഡിസിനൊക്കെ സെല്ലിൽ കൊണ്ടുപോയി കൊടുക്കും. അവരെ പരിശോധിച്ച പരിശോധന റിസൾട്ട് എടുത്ത് ആവശ്യമായ ചികിത്സ നിശ്ചയിച്ച് ആ ചികിത്സയ്ക്ക് ശേഷം അതിനുള്ള മെഡിസിൻ സെല്ലിൽ കൊണ്ടു ചെന്ന് പേര് എടുത്ത് കൊണ്ട് ക്യൂ ഒന്നും നിൽക്കണ്ട, മരുന്ന് വാങ്ങാൻ ക്യൂ ഒന്നും നിൽക്കണ്ട, പേര് വിളിച്ച് പറഞ്ഞു കൊടുക്കുക, അതങ്ങോട്ട് തിന്നേച്ചാൽ മതി. പിന്നെ സെല്ലിലേക്ക് കയറുന്നതിന് മുമ്പ്, അതായത് കൊണ്ടുചെന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ എല്ലാ വിവരങ്ങളും ചോദിക്കും. എന്തെങ്കിലും അസുഖമുണ്ടോ, അതുപോലെ പനിയുണ്ടോ, മറ്റെന്തെങ്കിലും ഉണ്ടോ, പോലീസുകാർ വല്ല അടിച്ച് ഊറക്കിട്ടിട്ടുണ്ടോ, എന്തെങ്കിലും പരിക്കുണ്ടോ, ഇതൊക്കെ ചോദിക്കും. എന്തെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ പ്രത്യേക സെല്ല് തന്നെ കൊടുക്കും. ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ്, അതായത് HBsAg, HIV, VDRL, HCV പോലുള്ള രോഗങ്ങൾ, അതിൽ ഹെപ്പറ്റൈറ്റിസ് ബി, അതിൽ HBsAg പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു മാരക രോഗം പോലും അല്ല. രോഗം മാരകമാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് മറ്റുള്ളവർക്ക് അങ്ങനെ പകരുന്ന ഒരു രോഗമൊന്നുമല്ല. പക്ഷെ എങ്കിലും അത്തരക്കാരെ പോലും വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. നിലവിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഇടാറില്ല. അപ്പോൾ അത്രയ്ക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ PC ജോർജിന് ഒരു വലിയൊരു അനുഗ്രഹമാണ്. ആ 4 ദിവസം കൊണ്ട് എത്ര ലക്ഷം രൂപയുടെ ചികിത്സയാണ് PC ജോർജിന് സൗജന്യമായിട്ട് കിട്ടിയെന്ന് ആലോചിച്ച് നോക്കും. രോഗനിർണയം മുഴുവൻ നടക്കും, സൗജന്യമായിട്ട് രോഗം മുഴുവൻ നിർണ്ണയിക്കും. മറ്റേതൊരു സാധാരണ ഒരു സ്വകാര്യ ആശുപത്രി പോയി കഴിഞ്ഞാൽ അവര് ഈ ലാബ് ടെസ്റ്റ് എല്ലാം കൂടെ നടത്തുമ്പോൾ എത്ര രൂപ ചെലവെന്ന് ആലോചിച്ച് നോക്കും. ഇദ്ദേഹം എനിക്ക് അതുണ്ട്, ഇതുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ മാത്രം പോരല്ലോ, അത് തെളിയിക്കണ്ടേ. അപ്പോൾ ഗവൺമെന്റ് ആശുപത്രി ആകുമ്പോൾ ആ മുഴുവൻ ടെസ്റ്റുകളും പരിശോധിച്ച് മുഴുവൻ കാര്യങ്ങളും നോക്കി കൃത്യമായി അത് കണ്ടെത്തി. കാരണം പിഴയ്ക്കാൻ പാടില്ല. സ്വകാര്യ ലാബോ മറ്റ് ലാബോ ഒക്കെ വ്യാജമായിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അതിന് മരുന്ന് ചികിത്സ അല്ലെങ്കിൽ ചികിത്സ നടത്തി കൊള്ളയടിക്കുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ലാബ് റിപ്പോർട്ട് 2-3 ലാബുകളിൽ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത ലാബ് റിപ്പോർട്ട് വരാറുമുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നും പറ്റില്ല. ഇവിടെ വളരെ കുറ്റമറ്റ രീതിയിൽ ആ ലാബ് ടെസ്റ്റുകളും മറ്റു പരിശോധനകളും ECG അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് എന്തൊക്കെ അദ്ദേഹം പറയുന്നുണ്ടോ മുഴുവൻ ടെസ്റ്റുകളും സത്യസന്ധമായി വളരെ കൃത്യമായ റിപ്പോർട്ട് എടുത്ത്, ഏതായാലും പുറത്തേക്ക് പോകുമ്പോൾ ഈ ആശുപത്രി റിപ്പോർട്ട് കൊടുക്കൊണ്ടായിരിക്കുമല്ലോ പോകുന്നത്. ജാമ്യം കിട്ടി പോകുമ്പോൾ തുടർ ചികിത്സ വേണമല്ലോ. അപ്പോൾ ഇനി ഒരു സുഖചികിത്സ, ചുരുക്കം പറഞ്ഞാൽ 4 ദിവസം സുഖചികിത്സ എന്ന് ആരോ പറയുന്നത് കേട്ടോ, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. സർക്കാർ ചെലവിൽ എല്ലാ ടെസ്റ്റുകളും നടത്തി അത്യാവശ്യം ചികിത്സയും കിട്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തേക്ക് ജാമ്യം എടുത്ത് പോയി. പിന്നെ ഇനി സ്വകാര്യ ആശുപത്രി ചികിത്സിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞത് വളരെ നന്ദിയെന്ന്. കാരണം ഇക്കാലത്ത് ഈ മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് വലിയൊരു കച്ചവട ഒരു മാഫിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കൃത്യമായ ഒരു റിസൾട്ട്, ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്, അതുപോലെ ഭാഗ്യവുമാണ്. ആ ഭാഗ്യം സാധ്യമാക്കിയതിന് ഈ സർക്കാരിനോടും അതുപോലെ പരാതി കൊടുത്തവരോടും ഒക്കെ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ആക്കിപ്പറച്ചിലല്ല, അത് യഥാർത്ഥത്തിൽ ഒരു നന്ദി പറച്ചിലാവാനാണ് സാധ്യത. Different angles. Don't forget to subscribe and support this channel.